ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് പോർക്ക് കറിയാണ്. അപ്പോൾ അതിനായിട്ട് പോർക്കെല്ലാം കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ പോർക്ക് കറി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നെയ്യുടെ അംശം കൂടുതലാണ്. ആ നെയ്യ് സെപ്പറേറ്റ് എടുത്തൊന്ന് ഉരുക്കി വെക്കുകയാണെങ്കിൽ കറിക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ കണ്ടമാനം നെയ്യായിട്ട് ഇങ്ങനെ കറി കിടക്കും. അതിൽ മസാലയൊന്നും ശരിക്കും കറിക്കകത്ത് പിടിക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ നെയ്യ് സെപ്പറേറ്റ് എടുത്തിട്ട് അതൊന്ന് ചീനച്ചട്ടിയിൽ ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. നെയ്യ് ഉരുക്കാൻ വേണ്ടി ചീനച്ചട്ടി ചൂടാക്കി കഴിയുമ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നെയ്യ് കഷ്ണങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കും. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉരുകി അതിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ നെയ്യ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമായ സവോളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് തേങ്ങായി നമ്മൾ വറുത്തിടുന്നുണ്ട്. അടുപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഇറച്ചി വേവിച്ചെടുക്കുന്നത്, കുക്കറിൽ വെക്കുന്നില്ല. അപ്പോൾ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, എല്ലാം ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുത്ത് അടുപ്പിൽ ചീനച്ചട്ടിയിൽ വെച്ച് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. ഉരുക്കിയെടുത്ത് വെച്ച നെയ്യ് കഷ്ണങ്ങളൂടെ നമ്മൾ ബാക്കി കുറേ നെയ്യ് നമ്മൾ ഉരുക്കിയെടുത്തു. ബാക്കി നെയ്യ് കഷ്ണം കൂടെ ഇറച്ചിക്കകത്തോട്ട് ഇടുവാണ്. അമ്മ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി മറ്റൊരു ചീനച്ചട്ടിയിൽ സവോള എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഗ്യാസിൽ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ആദ്യം നമ്മൾ ഇഞ്ചി നന്നായിട്ടിടും. ഇഞ്ചി ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, സവോള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് മൂക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്.
കറിക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് പിന്നെ മല്ലിപ്പൊടി പിന്നെ 2 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് ചേർക്കുക. വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി ചേർത്ത് കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ വറുത്ത് കറിക്കകത്ത് ചേർക്കാൻ വേണ്ടിയാണ്.